ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ. ദിവ്യജീവനുള്ളിലേക്ക് ക്രിസ്തു നായകൻ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ. ദിവ്യജീവനുള്ളിലേക്ക് ക്രിസ്തു നായകൻ. വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. നിശ്ചയിച്ചു നിത്യഭാഗ്യമേകുവാനവൻ. ആശ്വസിച്ചു പാർത്തിടാം നമുക്കു വാരിതിൽ. നിശ്ചയിച്ചു നിത്യഭാഗ്യവാനവൻ. ആശ്വസിച്ചു പാർത്തിടാൻ നമുക്കു പാരിതിൽ. ഭൂമിയുന്നു ദുഷ്ടനായവന്റെ കൈകളിൽ. നമ്മളിന്നു ഭ്രഷ്ടരായിടുന്നതാകയാൽ. ഭൂമിയുന്നു ദുഷ്ടനായവന്റെ കൈകളിൽ. നമ്മളിന്നു ഭ്രഷ്ടരായിടുന്നതാകയാൽ. സൗമ്യമായി കാത്തിരിക്ക ദൈവപുത്രനീ. ഭൂമി വാണടക്കിടുന്ന നാളടുത്തു. സൗമ്യമായി കാത്തിരിക്ക ദൈവപുത്രനീ. ഭൂമി വാണടക്കിടുന്ന നാളടുത്തു. മറ്റപാപമിഥരത്തെ ശാപയോഗ്യമായി തീർത്തതാൽ വിമോചനം വരുത്തുമേശുതാൻ. മത്യപാപമിഥരത്തെ ശാപയോഗ്യമായി തീർത്തതാൽ വിമോചനം വരുത്തുമേശുതാൻ. ഈറ്റു നോവുമേറ്റുകൊണ്ടു ദൈവപുത്രരെ കാത്തിടുന്നു സൃഷ്ടിജാലമെന്നു ഭൂമിയിൽ. ഈറ്റു നോവുമേറ്റുകൊണ്ടു ദൈവപുത്രരെ കാത്തിടുന്നു സൃഷ്ടിജാലമെന്നു ഭൂമിയിൽ. ഭാരമേറെ മാനസങ്കലങ്ങിടാതെ നാം ഭാവിയോർത്തു പുഞ്ചരിച്ചു പാടി മോദമായി. ഭാരമേറി മാനസങ്കലങ്ങിടാതെ നാം ഭാവിയോർത്തു പുഞ്ചരിച്ചു പാടി മോദമായി. പരിതിൽ നമുക്കു തന്ന കാലമൊക്കെയും ഭാഗ്യദായകന്റെ സേവനത്തിലേർപ്പെടാം. പരിതിൽ നമുക്കു തന്ന കാലമൊക്കെയും ഭാഗ്യദായകന്റെ സേവനത്തിലേർപ്പെടാം. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ. ദിവ്യജീവനുള്ളിലേക്ക് ക്രിസ്തു നായകൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2025 നമ്മുടെ കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വിഷയമോർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെയുള്ള ബൈബിൾ ക്ലാസ്സും വൈകുന്നേരമുള്ള കൺവെൻഷൻ യോഗങ്ങളെ ഓർത്ത് നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2 ദിവസം പരസ്യയോഗത്തിനുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹമായ രീതിയിൽ സഹോദരങ്ങൾ പങ്കെടുത്തു. ആ ശുശ്രൂഷ നിർവഹിപ്പാൻ കർത്താവ് സഹായിച്ചു. കടന്നു വരും നമുക്ക് പ്രത്യാശിക്കാം. ഇന്ന് നമ്മളിപ്പോൾ ബൈബിൾ സ്റ്റഡിക്കായി കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കോവിഡിൻ്റെ മുമ്പ് 1-2 വർഷം മുമ്പ് കർത്തദാസൻ BP പൗലോസ് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വരികയും 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് ഇവിടെ നടത്തുകയും ചെയ്തു. കർത്തദാസൻ എൻ്റെ വചന ശുശ്രൂഷ, തിരുവചന പഠനം, തിരുവചനം വിഭാഗിച്ചു തരുന്നത്
ദൈവമക്കൾക്ക് വളരെ അനുഗ്രഹവും അവരുടെ ആത്മീയ ജീവിതത്തിന് വളരെ ശക്തി പകർന്നുമാകുന്നു. കർത്താസൻ തിരുവചനത്തിൽ നിന്നും ആധാരമാക്കി അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ഓരോന്നും നമ്മുടെ സഭാ ജീവിതത്തിനും ക്രിസ്തീയ ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും ഒക്കെ ഉന്മേഷവും ഉത്സാഹവും തരുന്ന രീതിയിലുള്ള നല്ല പുസ്തകങ്ങളാണ്. നമ്മിൽ പലരും ആ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്തദാസൻ നേരത്തെ മണ്ണൂർ സഭയുള്ള ബന്ധത്തിൽ സുവിശേഷ പ്രവർത്തനവും സഭയുള്ള ബന്ധത്തിൽ വളരെ ഉത്സാഹപൂർവ്വം ആ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം ചെയ്ത് ആ പ്രദേശത്ത് ഒരു സഭ രൂപീകൃതമായി തൻ്റെ ദൗത്യം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുക ഒരു സുവിശേഷകൻ്റെ ദൗത്യമാണ്. ഇപ്പോൾ രാമമംഗലം എന്ന സ്ഥലത്ത് കർത്തദാസൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ദൈവജനവുമായി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്തദാസൻ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് കർത്തദാസനും കർത്താവിൻ്റെ മകനും കടന്നു വന്നിട്ടുണ്ട്. ഇരുവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ സ്നേഹവന്ദനവും സ്വാഗതവും പറയുന്നു. അതുപോലെ ഇന്ന് തിരുവചന പഠനത്തിനായി കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കളെയും ഓർത്ത് സഹോദരന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ ആവശ്യമായ ഒന്നാണ്. ഇന്ന് പൊതുവെ ദൈവസഭകളിൽ ആത്മീയമായ മൂല്യചോഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല വിധത്തിൽ സാത്താൻ ഒരു വശത്ത്, സർക്കാരുകളൊരു വശത്ത്, മറ്റെല്ലാ രീതിയിലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കിങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി കടന്നു വരുവാനും കർത്താവ് ഇങ്ങനെ ഒരു കൂടിവരവിന് ഈ ദേശത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ കർത്തദാസനിലുള്ള പഠനം നമുക്ക് തുടരാം. ഇത് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബൈബിൾ ക്ലാസ്സിൻ്റെ രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു സഹോദരൻ പ്രാർത്ഥിച്ച് അതിനുശേഷം കർത്തദാസൻ വചന ശുശ്രൂഷ ചെയ്യും 11 മണി വരെ. 11 മണിക്ക് ഒരു സഹോദരൻ പ്രാർത്ഥിച്ച് ആ ഫസ്റ്റ് സെഷൻ അവസാനിക്കും. അതിനുശേഷം സഹോദരങ്ങൾക്ക് 15 മിനിറ്റ് ടീ ബ്രേക്കുണ്ട്. ആ 15 മിനിറ്റ് കഴിയാറാകുമ്പോൾ സഹോദരന്മാർ പാട്ട് പാടുന്നതും തുടർന്ന് ഒരു സഹോദരൻ പ്രാർത്ഥിക്കുന്നതും, പ്രാർത്ഥിച്ചതിന് ശേഷം സഹോദരൻ വീണ്ടും സെക്കൻഡ് സെഷൻ ആരംഭിക്കുന്നതും, അവസാനം പ്രാർത്ഥിച്ച് ഇന്നത്തെ രാവിലത്തെ യോഗം അവസാനിക്കുന്നതുമാണ്. നമുക്ക് ഇപ്പോൾ പ്രാർത്ഥനയോടിരിക്കുമ്പോൾ സഹോദരൻ കെ മാത്യു മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു നല്ല പകൽക്കാലം കാണുവാനും ഞങ്ങൾക്ക് സഭയായി തിരുസന്നിധിയിൽ കൂടി വരുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി തന്നെ ഞങ്ങളുടെ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവെ, ഇന്ന് അതിനെ പ്രാരംഭം കുറിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ബൈബിൾ പഠനത്തിനോടുള്ള ബന്ധത്തിലാണ് ഇന്ന് ഞങ്ങൾ തിരുസന്നിധിയിൽ കൂടി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കൺവെൻഷനോടുള്ള ബന്ധത്തിൻ്റെ ബന്ധപ്പെട്ടാണ് ഈ 2 ദിവസത്തെ ബൈബിൾ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് പ്രാരംഭത്തിൽ കർത്തൃദാസൻ VP പൗലോസ് കടന്നു വന്നിട്ടുണ്ട്. പ്രിയ സഹോദരനെ ഓർത്ത് സ്തോത്രം ചെയ്തു. കഴിഞ്ഞ അനേക വർഷങ്ങളായി കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന കർത്തൃദാസനെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി വചനം വിവാഹിക്കുവാൻ ഞങ്ങളുടെ മധ്യയെ കൂട്ടി വരുത്തിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ നടത്തുന്നതും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതും അവിടുത്തെ നിത്യമായ വചനമാണ്. അത് ഞങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വിഭാഗിച്ചു തരുവാൻ പ്രിയ കർത്തൃദാസനെ അവിടുന്ന് ബലപ്പെടുത്തണം. പരിശുദ്ധാത്മ നിറവിൽ നിന്നുകൊണ്ട് ഈ സ്ഥലം സഭയ്ക്ക് ഇന്ന് കടന്നു വന്നവർക്ക് ആവശ്യമായ തിരുവചനം
ഞങ്ങൾക്ക് വിവാഹിച്ചു തരികയും അത് കേൾക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിന് മുതൽക്കൂട്ടായി തീരുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവനെ അതിനായി ബലപ്പെടുത്തണമേ. കർത്താവെ, ഇന്ന് രാത്രിയിലും അവിടുത്തെ മാറ്റമില്ലാത്ത സുവിശേഷം ഈ ദേശവാസികളോട് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരോട് അറിയിക്കുവാൻ പ്രിയപ്പെട്ട കർത്തൃദാസനെ അവിടുന്ന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതും അനുഗ്രഹിക്കപ്പെട്ടതിൽ ഞങ്ങൾക്ക് വിവാഹിച്ചു തരുവാൻ, ഈ ദേശത്തോട് സംസാരിപ്പാൻ പ്രിയ ദൈവദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് കേൾക്കുന്ന തിരുവചനം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാനും, കടന്നു വരുന്ന വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും കർത്താവിൻ്റെ ജനനത്തെ ഘോഷിക്കുന്ന ഒരു ദിവസമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു. അവിടുന്ന് മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് ലോകത്തിന് വേണ്ടി ജീവിക്കുന്നുള്ളെന്നുള്ള ആ സത്യസുവിശേഷം ഒരു പ്രാവശ്യം കൂടെ ഇവിടെ പ്രസ്താവിക്കുവാനും അതിൽ കൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനും ചില ദൈഹികൾ രക്ഷയിലേക്ക് കടന്നു വരുവാനും കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്പസമയം ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുവാനും കേൾക്കുന്ന ആത്മീയ ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാനും അത് ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന സഹോദരി സഹോദരന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം പേർക്ക് പ്രാരംഭത്തിൽ തന്നെ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. കടന്നു വരുവാൻ ആരെങ്കിലും വഴിമധ്യം ഉണ്ടെങ്കിൽ അവരും തക്ക സമയത്ത് കടന്നു വരുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അവരെയും ആയിരിക്കുന്നിടത്ത് കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയുമല്ല, ഈ തിരുവചനം ശ്രവിക്കുന്ന, ഓൺലൈനിൽ കൂടെ ശ്രമിക്കുന്ന അനേവർ ഉണ്ട്. അവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അവർക്കൊന്ന് അനുഗ്രഹകരമായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പ്രിയ ദൈവദാസനെ അവിടുത്തെ കരങ്ങൾ തരുന്നു. കർത്താവ് ബലപ്പെടുത്തിയാട്ട്, ശക്തീകരിക്കാട്ട്. ഞങ്ങൾ പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മാനവമഹത്വം അങ്ങേക്ക് തരുന്നു. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമീൻ. ഒരിക്കൽ കൂടി ഈ സഭയിൽ വരുവാനായിട്ട് കർത്താവ് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അതിനായിട്ട് അവസരമൊരുക്കിയ ഈ സഭയോട് കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ കോവിഡിന് മുമ്പ് ഇവിടെ 2-3 ദിവസങ്ങൾ വന്ന് ദൈവവചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ അവസരമുണ്ടായത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. അന്ന് ഞാൻ കൊണ്ടുവന്ന പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യം അത് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. കോവിഡിന് ശേഷവും ഞങ്ങൾ ഇപ്പോൾ 2 സഭകളായി ചേർന്ന്, മണ്ണൂരും രാമമംഗലം സഭയും ചേർന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോവിഡിന് ശേഷം ഞങ്ങൾ പ്രസിദ്ധീകരിച്ച 8 പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചില കോപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ക്ലാസ്സിൻ്റെ ഇടവേളയിൽ തരാമെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതായ അതിശയകരമായൊരു കൽപ്പനയെക്കുറിച്ചാണ് പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടോ ഇങ്ങനെയൊരു വിശേഷണം ആ കൽപ്പനയ്ക്ക് കൊടുക്കണമെന്നൊരാഗ്രഹം മനസ്സിൽ തോന്നി. അതിശയിപ്പിക്കുന്നതായ കൽപ്പന. നമ്മുടെ കർത്താവിൻ്റെ ജനനം ലോകമെമ്പാടും ഇന്ന് ആചരിക്കുകയാണല്ലോ. നമ്മുടെ കർത്താവിൻ്റെ ജനനം അതിശയിപ്പിക്കുന്നതായിരുന്നു. ഇന്നും ഒരു അത്ഭുതമാണിത്. നമ്മളെല്ലാ ഞായറാഴ്ചയും തന്നെ ആദരവോടുകൂടി അത് ഓർക്കാറുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ജനനവും ജീവിതവും ഉപദേശവും മരണവും പുനരുദ്ധാനവും എല്ലാം അതിശയകരമായിരുന്നു ആണെന്നുള്ളത് നമുക്കൊരഭിമാനമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. അത് പഠിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു എന്നുള്ളത് എല്ലാം നന്ദിയോടും കൂടി ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഗിരിപ്രഭാഷണം തുടങ്ങുന്നത്
അവൻ തിരുവായി മൊഴിഞ്ഞത് എന്ന് പറഞ്ഞ വാക്കോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച പഠിപ്പിച്ച സത്യങ്ങൾ നമുക്ക് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ളതായ വലിയ സാധ്യത ദൈവം തന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാ നന്ദിയോടും കൂടെ ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് പഠിപ്പിച്ച മിക്കവാറും സത്യങ്ങൾ കർത്താവിൻ്റെ മുഖതാവിൽ നിന്ന് വചനം കേട്ട അപ്പോസ്തലന്മാർ നമുക്ക് വിശദീകരിച്ച് തരുവാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതായ കൽപ്പന കർത്താവ് പഠിപ്പിച്ചതാണ്. അപ്പോസ്തലന്മാരത് ലേഖനങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളതുമായ ഒരു കൽപ്പനയാണ് നമ്മൾ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ലേഖനങ്ങളിലെ വാക്യങ്ങൾ വായിച്ച് തുടങ്ങാം എന്ന് കരുതുകയാണ്. സമയം ലഭിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് ഈ വിഷയം പഠിപ്പിച്ച ഭാഗത്തേക്കും കൂടെ പിന്നീട് വരാം എന്ന് കരുതുന്നു. ഞാൻ പലവട്ടം കൽപ്പന എന്നൊക്കെ പറഞ്ഞാൽ എന്താ കൽപ്പന എന്നുള്ളത് പറഞ്ഞില്ല. അപ്പോൾ അത് വചനം പറഞ്ഞോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. നമുക്ക് ആദ്യം 2 വേദഭാഗങ്ങൾ വായിക്കാം. ഒരു വേദഭാഗത്ത് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട്, എങ്കിലും വേറൊരു വാക്യം കൂടി വായിച്ച് തുടങ്ങാൻ ഒരു പ്രേരണയാണ് എനിക്ക് ഉള്ളത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12ഉം 13ഉം വാക്യങ്ങൾ വായിക്കാം. അതോട് ചേർന്ന് തന്നെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 32ാമത്തെ വാക്യം കൂടി നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഈ 2 വാക്യം വായിച്ച് കഴിയുമ്പോൾ ഇതിലെ കൽപ്പന എന്താണെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണം എന്ന് ഓർപ്പിക്കുകയാണ്. അത് ഒറ്റ വായനയിൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊരു ചോദ്യമൊക്കെ ചോദിക്കേണ്ട ക്ലാസ് ആവുമ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വായിക്കാം. എഫേസ്യർ 4:32 വാക്യം. അപ്പോൾ ഈ 2 വേദഭാഗത്തും ഒരു പ്രധാനപ്പെട്ട കൽപ്പന നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് പറയണം. അന്യോന്യം ക്ഷമിപ്പിൻ. അപ്പോൾ ഇതെത്രയോ നാളുകളായിട്ട് നമ്മൾ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതായൊരു കാര്യമാണ്. എങ്കിലും ഞാൻ ഈ 2 ക്ലാസ്സുകളിലായിട്ട് അതിൻ്റെ ചില വശങ്ങൾ ഒന്ന് വിശദീകരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെയൊരു തലക്കെട്ട് കൊടുത്തതിനൊരു കാരണമുണ്ട്. ഞാൻ സുവിശേഷ വേലയിലായി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൽപ്പനയുടെ മഹത്വവും പ്രാധാന്യവും ഉൾക്കൊള്ളാനിടയായിട്ട് തീർന്നത്. എനിക്കിത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ്. ഇതെന്തുകൊണ്ട് ഇത്രയും നാളിത് മനസ്സിലാകാതിരുന്നു എന്നുള്ളത് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലെ ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ദൈവം ഈ വിഷയത്തിലൊരു വെളിച്ചം തന്നു എന്നുള്ളത് ഞാൻ എല്ലാ നന്ദിയോടും സന്തോഷത്തോടും കൂടെ ഓർക്കുകയാണ്. കാരണം ഇതിൻ്റെ നന്മകൾ ഞാൻ ഇടയ്ക്ക് 1-2 കാര്യങ്ങൾ പറയും, എല്ലാം പറയാനായിട്ട് പറ്റുകയില്ല. എങ്കിലും എനിക്കിവിടെ ഇതിനകത്തൊരു സാക്ഷ്യം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു തുടങ്ങാം. ഈ കൽപ്പന അനുസരിക്കാനായിട്ട് തീരുമാനിച്ചത് മുതൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനവും ഞാൻ അനുഭവിക്കുന്ന ആശ്വാസവും വളരെ അധികമാണ്.
വളരെ അധികമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വചനം അറിയാവുന്നതായതുകൊണ്ടും അനേക നാളുകളായിട്ട് നമ്മൾ വചനം പഠിക്കുന്നവരാകൊണ്ടും ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞാലും കുഴപ്പമുണ്ടാകുകയില്ല എന്ന് കരുതുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു വാക്യം ഇപ്പോൾ ഇന്ന് സാക്ഷ്യമായിട്ട് പറയുകയാണ്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിന് 25-26 വാക്യങ്ങളിൽ വായിക്കേണ്ട, നമുക്കറിയാവുന്ന വാക്യമാണ്. നീ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. അപ്പോൾ ഇതുപോലെ വേറൊരു പ്രാർത്ഥന വാചകമുണ്ട്, അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ അതിൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ കൽപ്പന അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിന് ആരോടും ഒന്നുമില്ലാതെ, ആരോടും വഴക്കും പിണക്കവുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതായൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ളതായ ഈ കൽപ്പനയോടുള്ള അനുസരണം നമുക്ക് എത്രയോ വ്യത്യസ്തരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കത്തക്കവണ്ണം നമ്മെ ഒരുക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ആരോടെങ്കിലും വഴക്കോ പിണക്കമോ വിദ്വേഷങ്ങളോ ഒക്കെ ഉള്ളൊരു മനസ്സാണ് നമ്മൾക്ക് ഉള്ളത് എന്ന് വരികിൽ, അത് ആരോടെങ്കിലും ആകട്ടെ, ആരോടെങ്കിലും അങ്ങനെയുള്ള അനുഭവത്തിലാണ് നമ്മളായിരിക്കുന്നത് എന്ന് വരികിൽ, നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നതായ ഈ കൽപ്പന നിങ്ങൾ അനുസരിക്കുവാൻ ഒരുക്കമാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് വലിയ ആശ്വാസത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവാത്മാവ് നമുക്ക് അതിനാവശ്യമായ കൃപ നൽകട്ടെ. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എത്രയോ മഹത്തരമായ കാര്യമാണ്. നമ്മുടെ ഗുരുനാഥൻ്റെ മാർഗം എത്ര നിസ്തുല്യമാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി ചില കുറിപ്പുകൾ അങ്ങ് വേഗത്തിൽ പറഞ്ഞു പോകാം എന്ന് കരുതുന്നു. ഈ വാക്യങ്ങളിൽ ഞാനിത് തുടങ്ങിയതിനൊരു കാരണമുണ്ട്. ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ അതിൽ തന്നെ എത്രയോ മഹത്തരമായ ഒരു സ്ഥാപനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ ഈ ക്ലാസ്സിൽ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ എനിക്കൊരു ആഗ്രഹമുള്ളത്, സഭയെക്കുറിച്ച് എന്തെങ്കിലും പറയാനൊരു അവസരം വന്നാൽ അത് പറയണമെന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു കുറിപ്പ് ആദ്യം പറയാനായിട്ട് ശ്രമിക്കുന്നത്, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ അതിൽ തന്നെ എത്രയോ മഹത്തരമായിട്ടുള്ളതായ ഒന്നാണ്. അതിൽ ഞാൻ ഒരു 2-3 വാചകങ്ങൾ അങ്ങ് പറഞ്ഞ് മാത്രം പോകാം എന്ന് കരുതുകയാണ്. സഭ വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. 3-ാമത്തെ കൊലോസ്യർ 3:12 വാക്യത്തിൽ അഭിസംബോധനയിൽ ഉൾപ്പെടുന്ന 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആ വാക്കുകൾ ഞാനൊന്ന് എടുത്തു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും എഫേസ്യ ലേഖനം 1:1 ആ 2 ലേഖനങ്ങളിൽ നിന്നാണല്ലോ ഞാൻ വായിച്ചത്. അതുകൊണ്ട് അവിടുത്തെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് പല ലേഖനങ്ങളും തുടങ്ങുമ്പോൾ സഭകൾക്ക് എഴുതുന്ന ലേഖനങ്ങളിൽ വിശുദ്ധന്മാരെന്ന് സഭാംഗങ്ങളെ സംബോധന ചെയ്തിരിക്കുന്നു എന്നുള്ളത് അതിൽ തന്നെ എത്രയോ മഹത്തരമായിട്ടുള്ളതായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിശുദ്ധന്മാരോടാണ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വിശുദ്ധമായ തിരുവെഴുത്തുകൾ ഏതറ്റം വരെ പറയാനും തടസ്സം ഇല്ല എന്ന് ഞാൻ കരുതുകയാണ്. പ്രവൃത്തിയുള്ള ദിവസം 9-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യം നിങ്ങളൊന്ന് കുറിച്ചിട്ടുള്ളൂ. അവിടെ പത്രോസിൻ്റെ യാത്രകളെക്കുറിച്ച്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുകയാണ്. പത്രോസ് എല്ലായിടത്തും യാത്ര ചെയ്യുകയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും വന്നു. അപ്പോൾ ഞാനിന്ന് പുനലൂരുള്ള വിശുദ്ധന്മാരുടെ അടുക്കൽ വന്ന് അവരോട് വചനം പറയാനുള്ളതായ ശ്രമത്തിൽ പ്രാർത്ഥനാപൂർവം ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് എത്രയോ ഉന്നതമായ ആത്മീക പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ എല്ലാ നന്ദിയോടും കൂടെ ഓർക്കാം. അവിടെ ഒത്തിരി വിശദീകരണങ്ങളൊക്കെ വേണ്ടിയിരിക്കും. അത് നിങ്ങൾ സ്വയമായി ചിന്തിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. 2, സഭ വൃതന്മാരുടെ കൂട്ടമാണ്. അത് ഈ വാക്യത്തിലുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ 3 വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ആദ്യം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാർ എന്നുള്ളതായ പ്രയോഗമാണ്. അപ്പോൾ ഈ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വൃതന്മാരാണ്. നമുക്കറിയാം ഈ വാക്കുകളൊക്കെ നമുക്ക് ഓരോ ബൈബിൾ ക്ലാസ്സായിട്ട് എടുക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റും. അത് നിങ്ങൾ വിശദമായിട്ട് ചിന്തിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. എങ്കിലും ഞാൻ ഈ വാക്ക് 2 വാചകം പറയണമെന്നുള്ളതെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിലിത് വിശദീകരിക്കാൻ വളരെ എളുപ്പത്തിൽ വന്നതായ ഒരു വേദഭാഗം ഒന്ന് പരാമർശിക്കുകയാണ്. അതൊന്നും നമ്മൾ വായിക്കുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വൃതൻ്റെ ജനനവും തുടക്കവും നമ്മൾ വായിക്കുന്നുണ്ട്. ആ വൃതൻ്റെ പേരെന്ന് പറയാമോ? ശിംശോൻ എന്ന വൃതസ്ഥൻ്റെ ആ ജനനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുമൊക്കെ ആ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഒരു വൃതസ്ഥൻ എത്രയോ വ്യത്യസ്തനായിട്ട് ജീവിക്കേണ്ടിയവനാണ്. അതിൽ എനിക്ക് വളരെ അതിശയം നൽകുന്നൊരു വാക്യമുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഈ വൃതസ്ഥനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്ത ആ അമ്മയ്ക്ക് ഒരു പ്രബോധനം നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെല്ലാം വായിച്ചാൽ നല്ലതാണെങ്കിലും സമയം ലാഭിക്കാനായിട്ട് ഞാൻ അതിലെ ആശയം അങ്ങ് പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. അവൾക്ക് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്. എനിക്ക് ഇന്ന് ആ വാക്യം വായിക്കുമ്പോൾ അതിശയമാണ്. കാരണം മുന്തിരി കൃഷിയും മുന്തിരിയുടെ ഫലങ്ങളും ഒക്കെ ഈ പലസ്തീനിൽ എത്രയോ പ്രധാനപ്പെട്ടതാണ്. അവളോട് വീഞ്ഞു കുടിക്കരുതെന്നല്ല പറഞ്ഞത്. പിന്നെയോ മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന ഒന്നും അവൾക്ക് കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ദൂത് കൈമാറുകയാണ്. നാം വൃതസ്ഥരായിട്ട് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എത്രയോ വ്യത്യസ്തരായി ജീവിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. ഇന്ന് പലരുമൊക്കെ ചോദിക്കുന്നത് ഈ കാര്യത്തിൻ്റെ വിലക്കെവിടെയാണ്, ആ കാര്യത്തിൻ്റെ വിലക്കെവിടെയാണ് എന്നൊക്കെയുള്ളതായ ചോദ്യങ്ങളും അതിൻ്റെ അന്വേഷണങ്ങളും വ്യാപകമായിട്ട് നമ്മൾ ദൈവജനത്തിൻ്റെ നടുവിൽ കാണുകയാണ്. പക്ഷേ ഇവിടെ എത്രയോ വ്യത്യസ്തമായിട്ടാണത് ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. ഒരു കുടുംബസത്യം ഞാനിവിടെ ഓർപ്പിക്കട്ടെ. വൃതസ്ഥനായിട്ടൊരു മകനെ പ്രസവിച്ച് വളർത്തുവാൻ ഒരമ്മയ്ക്ക് കഴിയണമെങ്കിൽ ആ അമ്മ എത്രയോ വൃതസ്ഥയായിട്ട് സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ കടപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ള കാതലായ സത്യം നാം ഇവിടെ ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പേരുകൾ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. 3-ാമത്തെ പ്രത്യേകത, സഭ ദൈവത്തിൻ്റെ പ്രിയരായവരുടെ കൂട്ടമാണ്.
പ്രിയരായവരുടെ കൂട്ടമാണ്. അത് എൻ്റെ ഈ വിഷയപ്രതിപാദനത്തിൽ കുറച്ച് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്കെല്ലാം പരിചയമുള്ള ഞാനൊരു വാക്യം ചേർത്ത് പറയാം. വാക്യമിട്ട് നിങ്ങളോട് പറയാൻ പറഞ്ഞാൽ അതൊരു അധികപ്റ്റാകുമോ എന്നൊരു ആശങ്ക എൻ്റെ മനസ്സിൽ ഉണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒരു കൊച്ചു വാക്യമാണ്. ആരെങ്കിലും ഓർക്കുണ്ടോ ആ വാക്യം? ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ആ ദൈവത്തെ അനുകരിപ്പിൻ എന്നുള്ള വാക്കിൻ്റെ വിശദാംശം ഞാനിനി ഈ വിഷയം വിശദീകരിക്കുമ്പോൾ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവമക്കളാണെന്ന് മാത്രമല്ല, നാം നമ്മുടെ പിതാവിനെ അനുകരിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടവരാണെന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇനി 4-ാമത്തേതായിട്ടൊരു പ്രത്യേകത ഞാൻ ആ വാക്യത്തിൽ നിന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ സഭാംഗങ്ങളായ നാം ധരിക്കേണ്ടതായ 5 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്നൊരു പ്രത്യേകതയായിട്ട് പറയുകയാണ്. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഈ 5 സൽഗുണങ്ങൾ ധരിച്ച് ജീവിക്കുന്നവരാണ് സഭാംഗങ്ങൾ. അപ്പോൾ കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായ നാം ഈ സൽഗുണങ്ങൾ ധരിച്ച് ജീവിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടവരാണെന്നുള്ള സത്യം എത്രയോ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. ഗിരിപ്രഭാഷണത്തിൽ നിന്നൊരു വാക്യം ഞാനിവിടെ കണക്ട് ചെയ്യുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്ന് പൂരിപ്പിക്കാമോ? സൽഗുണപൂർണരാകുവേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ സഭയുടെ മഹത്വം ഈ വാചോടെ പറഞ്ഞ് ഇവിടെ നിർത്താമെന്ന് കരുതുകയാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് മാത്രമല്ല, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സൽഗുണങ്ങളോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടവരാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാൻ കഴിയുക. അതിൽ 5 സൽഗുണങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ ദാസനെ എടുത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കൽപ്പനയോട് ചേർന്ന് വരുന്ന 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പെടാത്തതായ സൽഗുണങ്ങളും ദൈവത്തിൽ നിന്ന്, നമ്മുടെ പിതാവിൽ നിന്ന് നമുക്ക് പകർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് വരുന്ന നാടുകളിൽ അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാനിനി ഒരു വാചകം പറഞ്ഞ് ഈ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോകുകയാണ്. എന്നെയും നിങ്ങളെയും ദൈവം ഉൾപ്പെടുത്തിയിട്ടുള്ള സഭ അതിൽ തന്നെ എത്രയോ മഹത്തരമായിട്ടുള്ളതായ സ്ഥാപനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സഭാംഗങ്ങൾ എന്ന നിലയിൽ നാം എത്ര ഉന്നതമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടവരാണെന്നുള്ളതായ ആ വലിയ തിരിച്ചറിവോടുകൂടി ഓരോ ദിവസവും ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കൽപ്പന കൊടുക്കുകയാണ്, നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പിൻ. അതുകൊണ്ട് ഞാൻ ഒരു വാചകങ്ങൾ ചേർത്ത് പറയട്ടെ, അന്യോന്യം ക്ഷമിക്കുന്നവരുടെ കൂട്ടമാണ് സഭ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സഭയുടെ മഹത്വം അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊണ്ട് സഭാജീവിതം നയിക്കാൻ സാധിക്കട്ടെ. ഇനി എൻ്റെ മനസ്സിലൊരു ദൂത് ഞാനൊരു വാചകത്തിൽ കൈമാറാം. കർത്താവിൻ്റെ സഭ ഇത്രയും മഹത്തരമാണ്, ഇത്രയും
മഹത്തരമാണ്. ഈ ഗുണനിലവാരത്തോടെ നാം സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ആ മഹത്വപൂർണമായ സാക്ഷ്യം ഈ തലമുറയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. പുനലൂരുള്ള സഭയ്ക്കും കൊടുക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും ലക്ഷ്യവും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ കുറിപ്പ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, നമ്മൾ ആ കൊലോസ്യർ 3:12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ 13-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു പ്രയോഗമുണ്ട്. ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഇതൊരു കുറിപ്പായിട്ട് പറയാനൊരു പേടി എൻ്റെ മനസ്സിലുണ്ട്. വിശുദ്ധന്മാരുടെ ഇടയിലും വഴക്ക് ഉണ്ടാകാനുള്ളതായ സാധ്യത ഉണ്ട്. സാധ്യതയുള്ളതാണെന്നേ. പണ്ട് ആ കൊരിന്ത് സഭയിൽ മുതൽ ഇതൊക്കെ ഉള്ളതല്ലേ. അതിലൊന്നും അങ്ങനെ അതിശയിക്കാനില്ല. ഇങ്ങനെ ആരും വിചാരിക്കരുത്. എന്നാൽ ഇത്രയും മഹത്തരമായ ഈ സ്ഥാപനത്തിലും വഴക്കും പിണക്കവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു ശക്തമായ മുന്നറിയിപ്പായിട്ട് ഏറ്റെടുക്കുവാൻ കഴിയണം. ഞാനിത് വിശദീകരിക്കാനൊരു വാചകം പറയുകയാണ്. നമ്മൾ സാധാരണ മനുഷ്യരാണ്. ഏതു രോഗവും വരാൻ സാധ്യതയുണ്ട്. ഈ ശരീരത്തിൻ്റെ ഐക്യത നഷ്ടപ്പെടുന്ന സ്ട്രോക്ക് മുതലായ രോഗങ്ങൾ ആർക്കും വരാം. അപ്പം അതുകൊണ്ട് വന്നാൽ കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാണ് എന്ന് പറഞ്ഞ് സാമാന്യ ബോധമുള്ള ആളുകൾ ആരും വീട്ടിലിരിക്കുകയില്ല. വന്നാൽ അടിയന്തരമായും ചികിത്സ തേടും, അതിന് പരിഹാരം കണ്ടെത്തും. പക്ഷേ ഈ കാലത്ത് കാണുന്ന വളരെ സങ്കടകരമായൊരു കാര്യം, വളരെ ഇത്രയും മഹത്വമുള്ളൊരു സഭയിൽ അനൈക്യതയോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായാലും വളരെ ലാഘവമായിട്ട് അതിനെ കാണുകയാണ്. പ്രിയപ്പെട്ടവർ, അത് വളരെ അപകടകരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തിനാണ് ഒരുവനോടൊരു വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ എന്ന് ഇവിടെ പ്രബോധിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്? സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അതിൽ അകപ്പെട്ടു പോയെങ്കിൽ അടിയന്തരമായും പരിഹാരം കണ്ടെത്തി ക്രമപ്പെടാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി പരിശോധിച്ച് ക്രമപ്പെടാനായിട്ട് നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതായ ഈ കൽപ്പനയോടുള്ള അനുസരണം നമ്മെ നിശ്ചയമായിട്ടും സഹായിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അതിനുള്ള കൃപ നൽകട്ടെ. ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിശുദ്ധന്മാരുടെയും വൃതന്മാരുടെയും ഒക്കെ ഇടയിൽ ഇങ്ങനെ വഴക്കുണ്ടാകുന്നത്? അതിന് ഉണ്ടാകുന്നതിൽ ഒത്തിരി അതിശയിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു റെഫറൻസ് പറയാം, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമുക്കറിയാവുന്ന കാര്യമാകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അത് വായിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഒരു 15 കൂട്ടം കാര്യങ്ങൾ അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ വിശുദ്ധന്മാരാണെങ്കിലും വൃതന്മാരും ദൈവത്തിന് പ്രിയപ്പെട്ടവരൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മുടെ കർത്താവ് വരുമ്പോഴാണ് ഈ ജഡത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നൊക്കെ നമ്മൾ വിടുതൽ പ്രാപിച്ച് രൂപാന്തരപ്പെടാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ഈ താഴ്ചയുള്ള ജഡത്തിൽ ആണ് ജീവിക്കുന്നത്. ഈ 15 കൂട്ടം കാര്യങ്ങളിൽ ഒരു 8 കൂട്ടം കാര്യങ്ങൾ ഞാൻ അവിടെ നിന്നൊന്ന് എടുത്തു പറയാം. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. അപ്പോൾ ഇതിൽ ചില വാക്കുകളൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട്. കാരണം
നമ്മിൽ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഈ പ്രകൃതങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളിൽ എന്തോരം ഷാഠ്യവും ഒക്കെയാണ് നമ്മൾ കാണാനായിട്ട് ഇടയായിട്ട് തീരാറ്. പിള്ളേരുടെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രായമായാലും അതിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാകാറില്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു? രക്ഷിക്കപ്പെട്ടവരിൽ ഇങ്ങനെ ഉണ്ടാകാമോ എന്ന് നിങ്ങളാരും ചോദിക്കുകയില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട നമ്മിലത് സാധാരണ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? ഇതിൻ്റെ എല്ലാം സാന്നിധ്യം നമ്മുടെ ഈ ശരീരത്തിൽ ഉണ്ട്. ഞാൻ 5:18 വാക്യം ഒന്ന് നോട്ട് ചെയ്തോളൂ. ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ആ വാക്യം തുടങ്ങുന്നത്. അടുത്ത വാചകം പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അപ്പം ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുന്നയാളാകൊണ്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് സൂക്ഷിച്ച് ജീവിക്കുന്നതാണ് ദൈവത്തിൽ നിന്ന് ജനിച്ച ആളുകളുടെ പ്രത്യേകത. ഇവിടെ ഞാൻ 2 വാക്കുകൾ സുവിശേഷ ബന്ധത്തിൽ ഓർപ്പിക്കട്ടെ. ഇന്ന് രാത്രി സുവിശേഷം പറയാനുള്ള യോഗം ഉണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഇവിടെ ചേർത്ത് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാൾ ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ സൂക്ഷിച്ച് ജീവിക്കാനുള്ള പ്രകൃതം സ്വാഭാവികമായിട്ട് ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. ആ പ്രകൃതം നിങ്ങളിൽ ഇല്ലെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചൊന്നും സംസാരിക്കണമെന്ന് താല്പര്യമില്ല, സൂക്ഷിച്ച് പെരുമാറണമെന്ന് ആഗ്രഹമില്ല, ഞാൻ വരുന്ന സൗകര്യം പോലെ ജീവിക്കും എന്നാണ് നിങ്ങളുടെ മനോഗതമെങ്കിൽ ഞാനൊരു സത്യം പറയുകയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചു കാണാൻ സാധ്യതയില്ല. കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. 10 കൊല്ലം യോഗത്തിന് വന്നു എന്നുള്ളതുകൊണ്ട് ആരും വീണ്ടും ജനിക്കൂലല്ലോ. പിന്നെയോ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ളത് എത്രയോ മനോഹരമായ ഒരു അനുഭവമായിട്ടാണ് ഇരിക്കുന്നത്. അത് ഞാൻ ഈ നാളിൽ വിശ്വാസികളോടും പറയാറുണ്ട്. ദൈവത്തിൽ ജനിച്ചില്ലായിരുന്നു എന്നുള്ളത് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ക്രമപ്പെടാൻ വഴിയില്ലെന്നല്ലേ നമ്മൾ ശക്തമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ശരിയായ അനുഭവത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും, കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ കൃപയിലേക്ക് വരാനും സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നമുക്കെല്ലാം മനപ്പാടം അറിയാവുന്നൊരു വാക്യം ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിൻ്റെ ഒത്തിരി പ്രലോഭനങ്ങളും പരീക്ഷകളുമുള്ള ഈ ലോകത്തിൽ നമുക്ക് സൂക്ഷിച്ച് വിശുദ്ധരായി ജീവിക്കാനുള്ള എല്ലാ സാധ്യതയും ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തി ഈ തലമുറയിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. 3-ാമത്തെ കുറിപ്പ്, ഇപ്പോൾ വഴക്കുണ്ടാകാൻ ഇടയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ പ്രബോധിപ്പിക്കുകയാണ്, ഒരുവനോടൊരു വഴക്കുണ്ടായാൽ എന്ത് ചെയ്യണം? തമ്മിൽ ക്ഷമിക്കണം. അപ്പോൾ അവിടെ നമുക്കൊരു ദൂതുണ്ട്. വഴക്കിൽ തുടരരുത്, പരിഹരിക്കണം. ഞാൻ ആ വാചകം ഒന്നുകൂടെ പറയുകയാണ്. വഴക്കിൽ തുടരരുത്, പരിഹരിക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഒരു ചോദ്യം നിങ്ങൾ തന്നെ വ്യക്തിപരമായി ഉത്തരം പറയാനായിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ആരോടെങ്കിലും വഴക്കിൽ തുടരുന്നുണ്ടോ? തുടരുന്നുണ്ടെങ്കിൽ ഈ വചനം പറയുന്നത് തുടരരുത്. പിന്നെയോ അതിന് പരിഹാരം വരുത്തി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എഫേസ്യർ 4 ഒടുവിലത്തെ വാക്യം നമ്മൾ വായിച്ചായിരുന്നു. അതിൻ്റെ 26-27 വാക്യം നമ്മൾ വായിക്കുമ്പോൾ
കോപിച്ചാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യം, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പകലിൽ ഓർപ്പിക്കട്ടെ, ആരെങ്കിലോടും വഴക്കോ പിണക്കമോ ആരോടെങ്കിലും കോപമോ വിദ്വേഷമോ ഒക്കെ ഉണ്ട് എന്ന് വരികിൽ അതിന്മേൽ സൂര്യൻ അസ്തമിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പ്രബോധനം എല്ലാ ഗൗരവത്തിലും ഏറ്റെടുത്ത് പരിഹാരം കണ്ടെത്തി ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അത് അടിയന്തിരമായി ചെയ്യേണ്ടതായ കാര്യമാണ്. നമ്മുടെ കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ കൂട്ടു സഹോദരന്മാരുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഒക്കെ വഴക്കിലും പിണക്കത്തിനും ഇരിക്കുന്നവരെ ചേർക്കാനല്ലല്ലോ നമ്മുടെ കർത്താവിന് ഇഷ്ടം. അതിനുവേണ്ടി അല്ലല്ലോ കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാനുള്ള ഈ കാര്യത്തിന് വേണ്ടി സൂക്ഷ്മതയോടുകൂടി വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന മണ്ണൂരിനടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായി. 22 വയസ്സ് പ്രായമുള്ളൊരു പയ്യൻ, അവൻ മാറ്റപ്പെട്ടു. ഇതൊക്കെ ഒരു എല്ലാ നാട്ടിലും ഉണ്ട്. ഇങ്ങനെ അപ്രതീക്ഷിതമായ എത്രയോ മരണങ്ങളെ നമ്മൾ കാണുവാനിടയായിട്ട് തീരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ടുന്നതായ ഒരു സത്യം, നാം എല്ലാ ഒരുക്കത്തോടും കൂടെ ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ ഗിരിപ്രഭാഷണത്തിലുള്ള വാക്യമാണ്. ആ വാക്യം നമുക്കൊന്നങ്ങ് വായിക്കാം. നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും ആ വാക്യം ഒന്ന് വായിക്കാം. അവിടെ നിന്ന് ഒരു വാക്കൊന്ന് എടുത്തു പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അടുത്ത വാക്യം കൂടി വായിച്ചോളൂ. മതി, ആ വാചകം ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നു. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. ഇണങ്ങാതിരുന്നാലുള്ള ദോഷം അവിടെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പൻ പുത്രനെ ചുംബിപ്പിൻ എന്നൊരു വാക്യം നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്ന എത്രയോ വട്ടം ഓർക്കാറുണ്ട്. നമ്മൾ ജീവിതയാത്രയിലാണ്, സിയോൻ യാത്രയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വഴിയിൽ തമ്മിത്തല്ലാനുള്ളതായ സമയമല്ലല്ലോ. യോസേപ്പ് തൻ്റെ സഹോദരന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ പ്രകൃതം അറിയാവുന്നതുകൊണ്ട് ഒരു ഉപദേശം കൊടുത്ത് അയക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വഴിയിൽ വെച്ച് എന്ത് ചെയ്യരുത്, ശണ്ടയിടരുത്. കാരണം ശണ്ട ഇട്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് ഇതെല്ലാം ദീർഘവർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച യോസേപ്പിന് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഇവിടെ പറയുകയാണ്, ആ വാക്കുകൾ ഇവിടെ എടുത്തു പറയുകയാണ്, നിങ്ങൾ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയം നീട്ടാതെ വേഗത്തിൽ ഇണങ്ങുവാൻ, വഴക്കുകളെ പരിഹരിക്കാനുള്ളതായ വലിയ ആവശ്യകതയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവാത്മാവ് അതിന് ധാരാളം ദൈവകൃപ നമുക്ക് നൽകട്ടെ. എന്നിട്ട് ഈ വാക്യത്തിൽ പറയുമ്പോഴും എങ്ങനെ പരിഹരിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ വിശദീകരണം കൂടെ അതൊരു വാചകം പറയുകയാണ്. നമ്മൾ സാധാരണ സഭയിലൊക്കെ ഒരു വിഷമോ പ്രയാസമോ വഴക്കോ ഒക്കെ ഉണ്ടായാൽ വിളിച്ചുകൂട്ടി പറഞ്ഞു പരിഹരിക്കണമെന്നാണ് സാധാരണ പറഞ്ഞു വരുന്നത്. നിങ്ങൾ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്? ഇല്ല. പിന്നെയോ ഇവിടെ നമ്മൾ വായിച്ച 2 വാക്യത്തിലും പറയുന്നതായ കാര്യം, നിങ്ങൾക്ക് ഒരുവനോടൊരു വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നൽകിയതും അപ്പോസ്തലന്മാർ ആവർത്തിച്ചതുമായ ഈ കൽപ്പന
കൽപ്പനയുടെ വഴിയിൽ എല്ലാ വഴക്കുകൾക്കും പൂർണ്ണമായ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഗുരുനാഥൻ തന്നതായ ഈ മനോഹരമായ കൽപ്പനയെ കൃത്യമായി അനുസരിച്ച് ഈ തലമുറയിൽ വ്യത്യസ്തരായിട്ട് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നാം വരുമ്പോൾ ഈ വഴി എത്രയോ വ്യക്തമാണെന്നുള്ളതും എത്ര പ്രായോഗികമാണെന്നുള്ളതും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. വഴക്കുകൾ പറഞ്ഞു തീർക്കുന്ന പല വേദികളിൽ പങ്കുകൊള്ളാനും ചിലരൊക്കെ മധ്യസ്ഥനായിരിക്കാനും കഴിഞ്ഞ നാളിൽ അവസരമുണ്ടായിട്ട് എന്ത് പ്രയാസമുള്ളൊരു കാര്യമാണിത്. പക്ഷേ നമ്മുടെ ഗുരുനാഥൻ്റെ കൽപ്പന എല്ലാ വിനയത്തോടും കൂടി ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ എത്ര ലളിതമായ നിലയിൽ എല്ലാ വഴക്കുകൾക്കും പരിഹാരം കണ്ടെത്തി ജയാളികളായിട്ട് ജീവിക്കുവാൻ സാധിക്കും. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഈ സെഷനിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൽ നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ളതായ കൽപ്പനയും അതിൻ്റെ പ്രായോഗിക വശങ്ങളും ഞാൻ അടുത്ത സെഷനിൽ പറയാവുന്നിടത്തോളം പറയാം എന്ന് കരുതുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമിച്ച് എല്ലാ വഴക്കും പരിഹരിക്കാനുള്ള മനസ്സൊരുക്കത്തോടു കൂടി നമുക്ക് ഈ ആദ്യ സെഷൻ ഉപസംഹരിക്കാം. നമ്മുടെ മനസ്സുകൾ അതിനായിട്ട് ഒരുക്കപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇതുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃദാസനിൽ കൂടെ നാം കേട്ടതുപോലെ അന്യോന്യം ക്ഷമിപ്പാനുള്ള മനസ്സുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ ബോബി സഹോദരൻ വന്ന് പ്രാർത്ഥിച്ച് ഈ ഫസ്റ്റ് സെഷൻ അവസാനിക്കുന്നു. അതിനുശേഷം 15 മിനിറ്റ് ടീ ബ്രേക്കാണ്. അതിനുശേഷം സഹോദരന്മാർ പാട്ട് പാടും. ഗാനം ആലപിച്ചതിന് ശേഷം പ്രിയ ഷിജു സഹോദരൻ പ്രാർത്ഥിച്ച് നെക്സ്റ്റ് സെഷൻ ആരംഭിക്കും. കർത്താസൻ അടുത്ത സെഷൻ എടുക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ധാരാളമായിട്ട് അവിടുത്തെ വചനം തരുവാൻ അവിടുത്തേക്ക് പ്രസാദമായല്ലോ, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യും. തിരുവചനത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട അനേക സത്യങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തമ്മിൽ ക്ഷമിപ്പീൻ എന്നുള്ള അവിടുത്തെ അതിശയകരമായിട്ടുള്ള കൽപ്പന ഇന്ന് ചിന്തിപ്പാൻ അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സഭ വ്രതന്മാരുടെ കൂട്ടം എന്ന് അവിടുത്തെ വചനത്തിൽ കൂടെ അടികൾക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. ആ വ്രതന്മാരുടെ ആ പ്രത്യേകതകൾ കർത്താവെ ചിന്തിക്കുവാനും അവിടുന്ന് ഇടയാക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവിടുത്തെ വ്രതന്മാരെന്നുള്ള നിലയിൽ കർത്താവെ ആ നിലയിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ നയിപ്പാൻ അവിടുന്ന് ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ കർത്താവെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് വേഗം പരിഹരിച്ച് ക്രമപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ വചനത്തിൽ കൂടെ ഞങ്ങളെ ഓർപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ജീവിതങ്ങളെ തിരിഞ്ഞു നോക്കി ഞങ്ങളുടെ കുറവുകളെ കണ്ടുണരുവാൻ തക്കവണ്ണം ക്രമപ്പെടുത്തേണ്ടതായ കാര്യങ്ങൾ ക്രമപ്പെടുത്തി അന്യോന്യം ക്ഷമിച്ച് കർത്താവെ സഹിഷ്ണുതയുള്ളവരായി, സ്നേഹമുള്ളവരായി, ദയയുള്ളവരായി, മനസ്സിലുള്ളവരായിട്ട് വരുന്ന ദിവസം ഞങ്ങളുടെ ജീവിതങ്ങളെ നയിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാനായിട്ട് അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തി കൊടുത്തിരിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായി സ്തോത്രം. അനേക നാളുകൾ കർത്താവെ വിവിധ സ്ഥലങ്ങളിലായിട്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തിന് വേണ്ടി നിലനിൽപ്പാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, പ്രയോജനപ്പെടുവാനൊക്കെ കർത്താവ് ഇടയാക്കുന്നു. അവിടുത്തെ എല്ലാ ദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വചനം സംസാരിപ്പാനായിട്ട് ഇത്രത്തോളം അവിടുന്ന് ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. അല്പസമയത്തേക്ക് അടിയങ്ങൾ കർത്താവെ പിരിയുന്നു. വീണ്ടും കടന്നു വന്ന് കർത്താവെ അവിടുത്തെ വചനം വീണ്ടും ചിന്തിപ്പാനും ധ്യാനിപ്പാനും അതിന് പ്രകാരം ജീവിപ്പാൻ അടിയങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളുടെ മേൽ ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവിടുത്തെ മക്കൾക്കായി സ്തോത്രം. തിരുസാന്നിധ്യ ബോധത്തിൽ അടിയങ്ങളെ തുടർന്ന് വരുത്തണമേ. തിരുനാമത്തെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.